നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയാണ് എന്നുള്ള ആ ഒരു അധികാരത്തിന്റെ പവറിൽ കാണിച്ചു കൂട്ടിയതിനെല്ലാം ഇപ്പോൾ മറുപടി പറയേണ്ടുന്ന അവസ്ഥ. പ്രതിപക്ഷ നേതാവായി നിയമസഭയിൽ ചെന്ന് നെഞ്ചു വിരിച്ചു നിന്ന ഇരട്ടച്ചങ്കന് നെഞ്ചിൽ കുത്തിത്തുളയ്ക്കുന്ന ഓരോ ചോദ്യങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് വിയർക്കുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ. പുറത്താണെങ്കിൽ സഖാക്കന്മാർ സമരം വിളിച്ച് ചുറ്റിലും കൂടി നിന്ന് സംരക്ഷിച്ചേനെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗൺമാനടക്കം ചുറ്റിലും ഉണ്ടായേനെ. പക്ഷേ നിയമസഭയിലെത്തിയാൽ അതല്ലല്ലോ അവസ്ഥ. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ചുറ്റിലും നിൽക്കുന്നവർ പറയുന്നത് കേട്ട് അത് ശരിവച്ച് നിൽക്കേണ്ടുന്ന ആ ഒരു ദയനീയ അവസ്ഥയിലൂടെയാണ് പിണറായിയുടെ ഓരോ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. എന്തായാലും കരിങ്കൊടി കാണിച്ചതിന് സമരക്കാരെ ലാത്തി കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തലക്കടിച്ചു വീഴ്ത്തിയ കൊടും ക്രൂരതയെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച ആൾക്കെതിരെ അയാളെ നിർത്തിക്കൊണ്ട് തന്നെ ആർക്കാണോ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് തല്ല് കിട്ടിയത് അവർ തന്നെ ശബ്ദമുയർത്തി സംസാരിക്കുന്ന കാഴ്ചകൾ. ഇന്ന് നിയമസഭയിൽ ഒരു സിനിമ സ്റ്റൈൽ പ്രവർത്തനങ്ങളാണ് ഉണ്ടായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നെ MLA ആക്കിയത് പിണറായിയുടെ രക്ഷാപ്രവർത്തനമാണ് എന്ന് തുറന്നടിച്ച് AD തോമസ് MLA പറയുമ്പോൾ അത് പിണറായി കേൾക്കുന്ന ഏറ്റവും വലിയ നാണക്കേട് തന്നെയാണ്. അമ്മമാരുടെ ശാപം നിങ്ങളെ പിന്തുടരുമെന്നും പിണറായിയോട് മുഖത്തു നോക്കി പറയുന്നു AD തോമസ് MLA. നിയമസഭയിലെ പ്രസംഗത്തിനിടെയാണ് AD തോമസ് MLAയുടെ ഈ പരാമർശങ്ങൾ ഉണ്ടായത്. ഇത് ശരവേഗത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ആലപ്പുഴയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ നടത്തിയ പ്രതിഷേധത്തിനിടെ AD തോമസിന് പോലീസിന്റെയും ഗൺമാന്മാരുടെയും മർദ്ദനം ഏൽക്കേണ്ടി വന്നിരുന്ന സംഭവം നമുക്കൊക്കെ അറിയാം. ഇത് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു എന്നത് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് നാട്ടുകാർ കൃത്യമായി അറിഞ്ഞതുപോലും ആ ഒരു സംഭവത്തിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് വസ്തുത. ആലപ്പുഴ നഗരത്തിലിട്ട് തന്നെയും അജയ കുര്യാക്കോസിനെയും പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി എന്നും അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നും തുറന്നടിച്ച് പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് പിണറായി എന്നതാണ് AD തോമസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് ഇതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടുള്ള ഒരാളാണ് പിണറായി. നിരവധി യുവാക്കളുടെ തലയാണ് ആ സർക്കാരിന്റെ കാലത്ത് തല്ലിപ്പൊളിക്കപ്പെട്ടത്. അമ്മമാരുടെ കണ്ണീർ വീണത് കൊണ്ടാണ്, ആ ശാപം പിണറായിക്കുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നിരിക്കുന്നത് എന്ന് പിണറായിയോട് പറയുകയാണ് ഇപ്പോൾ കോൺഗ്രസ് MLA ആയ AD തോമസ്. ആദ്യ കേസ് ഡയറി തിരുത്തിയ ADGPക്കെതിരെ നടപടി വന്നേക്കും എന്നും നവകേരള യാത്രയിലെ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ വീഴ്ചയിൽ ചൂണ്ടിക്കാണിച്ച ആദ്യ കേസ് ഡയറി തിരുത്തിയ ADGPക്കെതിരെ നടപടി വന്നേക്കുമെന്നുള്ള ഒരു കാര്യം കൂടെ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെയാണ് ഉദ്യോഗസ്ഥർ SITക്ക് മുൻപിൽ മൊഴി നൽകേണ്ടി വന്നത്. കേസ് അട്ടിമറിച്ചതിനെതിരെ നടപടി വേണമെന്ന് മർദ്ദനമേറ്റ ആലപ്പുഴ MLA ആയിട്ടുള്ള AD തോമസ് അജയ് ജുവൽ കുര്യാക്കോസ് ഇന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നവകേരള യാത്രക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസിൽ ഗൺമാന്മാരെ രക്ഷിക്കാനാണ് അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ നേരിട്ട് ഇടപെട്ടത് എന്നതാണ് ഉദ്യോഗസ്ഥരുടെ അടുക്കം മൊഴികൾ. തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി കേസ് ഡയറി തിരുത്തി എഴുതുകയായിരുന്നു എന്നതാണ് മൊഴി. ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം നടത്തിയത് പരിശോധിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് സൂചന. ആദ്യ അന്വേഷണത്തിലെ അട്ടിമറിയിൽ വിശദമായ റിപ്പോർട്ട് SIT തയ്യാറാക്കും. ഇടപെടൽ നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് മർദ്ദനമേറ്റ ആലപ്പുഴ MLA AD തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ സേനയിലെ സന്ദീപ് എന്നിവരാണ് നിലവിൽ ഈ കേസിൽ പ്രതികൾ. കൂടുതൽ പേർ ലാത്തി കൊണ്ടടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. സംഭവ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കുമെന്നാണ് പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ട് നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കവുമുണ്ട്. തിരുത്തൽ വരുത്തിയ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന്റെ മുൻപിലുണ്ടെന്നാണ് സൂചന. അതേസമയം പിണറായിക്ക് ഇത്തരത്തിൽ കനത്ത തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ
കർമ്മഫലം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 10 വർഷമായി പിണറായി ചെയ്തു കൂട്ടിയതിനെല്ലാം മറുപടി ഇപ്പോൾ പിള്ളേർ എണ്ണി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭ നടക്കുന്ന സമയത്ത് പിണറായി തന്നെ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചു. അതായത് സമരക്കാർക്കെതിരെ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ജലപീരങ്കിയിലുള്ള ആ വെള്ളത്തിന്റെ ഒരു ശുദ്ധതയുടെ അളവിനെ കുറിച്ചും, സമരക്കാർക്കെതിരെ മലിനജലമാണ് ഇത്തരത്തിൽ പോലീസ് സംവിധാനങ്ങളടക്കം അടിച്ച് ഇതാക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരത്തിന് വരുന്ന ആളുകളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ പോലും പരിഗണിക്കാത്ത രീതിയിലാണ് പ്രവർത്തനങ്ങൾ എന്നുള്ളതായിരുന്നു പിണറായിയുടെ ആക്ഷേപം. എന്നാൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പിണറായി പ്രതികരിച്ചതേ ഓർമ്മയുള്ളൂ. സോഷ്യൽ മീഡിയ നിന്ന് കത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ 10 വർഷത്തിലും നടന്നത് സമാനമായിട്ടുള്ള സംഭവമാണെങ്കിൽ ഇപ്പോൾ മാത്രം അതെന്തുകൊണ്ട് നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നു എന്നുള്ളതാണ് പിണറായിയോട് കേരളത്തിലെ ഓരോ ജനങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. PM ശ്രീ കരാറിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് SFI, AIYF സംഘടനകൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അവർ സംഘടിപ്പിച്ച നിയമസഭാ മാർച്ചിനെതിരെ പോലീസ് നടത്തിയ ജലപീരങ്കി പ്രയോഗത്തിൽ ഉപയോഗിച്ച ജലമാണ് മലിനമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പിണറായിയുടെ ഈ അവകാശവാദങ്ങൾ. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ഉപയോഗിച്ചത് വിഷലിപ്തമായിട്ടുള്ള മലിനജലമാണ് എന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ കുപ്പിവെള്ളവുമായിട്ട് എത്തി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. സഭയിൽ വെള്ളക്കുപ്പി ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് വിഷയം ഉന്നയിച്ചിരുന്നത്. തീർത്തും മലിനമായിട്ടുള്ള ജലമാണ് പ്രതിഷേധക്കാർക്കു നേരെ പ്രയോഗിച്ചതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കേരളം ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നായിരുന്നു പിണറായിയുടെ ടേക്കിംഗ് പോയിന്റ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഉൾപ്പെടെ വഴിവെക്കാവുന്ന അത്യന്തം അപകടകരമായിട്ടുള്ള മലിനജലമാണ് സമരക്കാർക്ക് നേരെ പ്രയോഗിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ടെങ്കിലും സാധാരണ ഉപയോഗിക്കുന്നത് നല്ല വെള്ളമാണ്, ഈ രീതി ശരിയല്ല എന്നതായിരുന്നു പിണറായിയുടെ പക്ഷം. ഗൗരവമായി സർക്കാർ ഈ കാര്യം കാണണമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി മറുപടി നൽകണമെന്നൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടത്. ജലപീരങ്കി പ്രയോഗം ഇതാദ്യമായല്ലെന്നും ഇതിൽ എന്തെങ്കിലും പഴയ കാലത്തെ അഴുക്കുണ്ടോ എന്ന് അറിയില്ല എന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പിണറായിക്ക് ഈ സംഭവത്തിൽ അപ്പോൾ തന്നെ ചുട്ട മറുപടി നൽകിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളമാണ് ജലപീരങ്കിയിൽ നിറയ്ക്കുന്നത് എങ്കിലും വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി സാമ്പിൾ ലാബിലേക്ക് അയക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ലാബ് പരിശോധനാ ഫലം വന്നതിനു ശേഷം വിഷയം കൂടുതൽ ചർച്ച ചെയ്യാമെന്നാണ് സ്പീക്കറും വ്യക്തമാക്കിയത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് സമീപം പ്രതിഷേധത്തിനിടെയാണ് ബാരിക്കേഡ് മറികടന്ന് ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ സംഭവത്തിന് അടിസ്ഥാനമായിട്ടുള്ള രീതിയിൽ പോലീസ് 3 തവണയോളം ജലപീരങ്കി പ്രയോഗിച്ചിരുന്നത്. ആദ്യം കട്ടച്ചെളിയും പിന്നീട് മഞ്ഞ നിറത്തിലുള്ള കലക്കവെള്ളവും ടാങ്കിൽ നിന്ന് ചീറ്റിത്തെറിപ്പിച്ചു എന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. സെപ്റ്റിക് ടാങ്കിലെ വെള്ളമാണോ കൊണ്ടുവന്നതെന്നത് സംശയമുണ്ടെന്നും ഇവർ ആരോപിച്ചിരുന്നു. ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം ശരീരമാകെ ചൊറിച്ചിൽ അനുഭവപ്പെട്ടതായും സമരക്കാർ പറഞ്ഞു. ടാങ്കിൽ കാലങ്ങളായിട്ടുള്ള തുരുമ്പ് കലർന്ന വെള്ളമാണ് നിറച്ചത് എന്നും അതാണ് അത്തരം ബുദ്ധിമുട്ട് എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. സംഭവത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് സഭയിൽ വിഷയം ഉന്നയിച്ചപ്പോൾ ഇതിന് എതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയരുകയാണ്. കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം ഈ വിഷയത്തിൽ ശക്തമായിട്ട് പ്രതിഷേധിച്ചാണ് അല്ലെങ്കിൽ പ്രതിരോധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പ്രതിപക്ഷ സർക്കാരുടെ ദേഹത്ത് അടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമായിരുന്നു എന്ന് വിജയൻ. മിസ്റ്റർ വിജയൻ, നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്ത് അടിച്ചത് പനിനീരോ മിനറൽ വാട്ടറോ അല്ലായിരുന്നു എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പ്രതികരണം നൽകുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രതിപക്ഷ സമരക്കാരുടെ ദേഹത്ത് അടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമായിരുന്നു എന്ന് പിണറായി വിജയൻ. മിസ്റ്റർ വിജയൻ, നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്ത് അടിച്ചത് പനിനീരോ മിനറൽ വാട്ടറോ ആയിരുന്നില്ല. അന്ന് ഡ്രസ്സിന്റെ നിറം മാറിയത് കളർ ഇളകിയത് കൊണ്ടല്ല, പോലീസിന്റെ ലാത്തിയും ഗ്രനേഡും ഏറ്റുവാങ്ങി ഞങ്ങളുടെ ചോര വീണത് കൊണ്ടായിരുന്നു. പ്രതിപക്ഷ യുവജന നേതാക്കളോടാണ് 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി തെരുവിൽ ഇറങ്ങിയത് കൊണ്ടാണ്
ഈ ചൊറിച്ചിൽ ഉണ്ടാകുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതങ്ങ് ശീലമായിക്കോളുമെന്നും സമരാഭിവാദ്യങ്ങൾ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചു. സോഷ്യൽ മീഡിയയിൽ ജനങ്ങളും ഈ സംഭവത്തെക്കുറിച്ച് നിരവധി പ്രതികരണങ്ങൾ നടത്തുകയാണ്. അതിൽ ഒരാൾ, നാസർ എന്ന് പറയുന്ന ഒരാൾ, ഫേസ്ബുക്കിലൂടെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ: ഇപ്പോൾ നിയമസഭയിലിരിക്കുന്ന AD തോമസിനെ ലാത്തിക്കടിച്ച് കൊല്ലാൻ നോക്കിയതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ ദേഹത്ത് വെള്ളം വീഴുന്നത് പോലും സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. 10 വർഷത്തെ സഹവാസം കമ്മ്യൂണിസത്തെ അത്രയ്ക്കും ബൂർഷ്വാസി ആക്കിക്കളഞ്ഞല്ലോ എന്നുള്ളൊരു പരിഹാസമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന അതേ പഴഞ്ചൊല്ല ഒന്നുകൂടെ ആവർത്തിക്കേണ്ടുന്ന സാഹചര്യമാണ്. കാരണം അത്രമാത്രം ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെയായിരുന്നു കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ജനങ്ങൾ പോയിരുന്നത്. പിണറായി എന്ന് കേൾക്കുമ്പോൾ പേടിച്ച് വിറച്ച ജനങ്ങളുള്ള നാടായിരുന്നു ഈ കേരളം എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ കുറച്ചുകൂടെ നല്ലത്. കമ്മ്യൂണിസ്റ്റുകാർ മാത്രം പിണറായിയെ വാനോളം പുകഴ്ത്തുകയും ബാക്കിയുള്ള എല്ലാ ജനങ്ങളും രാഷ്ട്രീയം നോക്കാതെ തന്നെ പിണറായി എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയത്തോടെയാണ് ആ പേര് കേൾക്കുകയും അദ്ദേഹത്തിന്റെ നടപടികൾ കാണുകയും ചെയ്തത്. അത്തരത്തിൽ വളരെ മോശമായിട്ട് ഒരു ജനങ്ങളുമായിട്ട് യാതൊരു സ്നേഹവുമില്ലാതെ മുന്നോട്ട് പോരുന്ന പിണറായിക്ക് ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. കോൺഗ്രസിലെ യുവ നേതാക്കന്മാർ അതെല്ലാം എണ്ണി ചോദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. എന്തായാലും എല്ലാത്തിനും ഉത്തരം പറയാൻ പിണറായി ബാധ്യസ്ഥൻ തന്നെയാണ്. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാനും സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കുവാനുമായി ഒരവസരമൊരുക്കി തന്ന ആലപ്പുഴയിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരോടും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടുമെല്ലാം അവരെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് പിടിക്കുകയാണ്. സാർ, കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ VD സതീശൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുകയാണ്. സാർ, ഈ ബഡ്ജറ്റ് ഒരു സാധാരണ ബഡ്ജറ്റല്ല. ഇത് അനിതര സാധാരണമായ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, സാധാരണക്കാരെ, പട്ടിണിപ്പാവങ്ങളെ, അരികുവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ ജീവിതത്തിൽ പുതുവെളിച്ചം വീശുന്ന ഒരു ബഡ്ജറ്റാണ് സാർ. ഈ ബഡ്ജറ്റിനെ എപ്പോക്കൽ ബഡ്ജറ്റ് എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാർ, എന്താണ് എപ്പോക്കൽ ബഡ്ജറ്റ് എന്ന് ചോദിച്ചാൽ, യുഗ പരിവർത്തനാത്മകമായ ബഡ്ജറ്റാണ് സാർ എപ്പോക്കൽ ബഡ്ജറ്റ്. വികസന മുൻഗണനകളെ പുനർനിർവചിച്ച് സാധാരണക്കാരന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമ്പോഴാണ് ഒരു ബഡ്ജറ്റ് എപ്പോക്കൽ ബഡ്ജറ്റായി മാറുന്നത്. അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ച ഈ ബഡ്ജറ്റിനെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പിന്തുണയ്ക്കുകയാണ് സാർ. സാർ, ആദ്യമായി കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് ആലപ്പുഴയിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തയക്കുമ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളടക്കം ചില കാര്യങ്ങൾ ഇവിടെ പറയുവാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് സാർ. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തിങ്കളാഴ്ച ഇവിടെ ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളവും മലിനജലവുമായി കടന്നു വന്നിട്ട് ഞങ്ങളുടെ AISFന്റെ AIYFന്റെ പ്രവർത്തകരെ പോലീസ് ഈ വെള്ളമുള്ള ജലപീരങ്കി ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന് ആശങ്കപ്പെടുന്നത് കണ്ടു. ഞങ്ങളുടെ കുട്ടികൾക്ക് വേദനിക്കുന്നുവെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. തങ്ങളുടെ കുട്ടികൾക്ക് വേദനിച്ചപ്പോൾ ഒരു പിതാവിന്റെ ഒരു കരുതൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണർന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ സഹജീവികളോടുള്ള ഒരു സ്നേഹമുണ്ടായി. ദീർഘമായ 10 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യ സഹജമായ ആ വികാരങ്ങൾ ആ മനുഷ്യനിലുണ്ടായത്. അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങനെ ഒരു വികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം 10 വർഷക്കാലം ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ ഒരു ആത്മപരിശോധന നടത്തണമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ 1977 മാർച്ച് 30 നടന്ന ഒരു സംഭവം, ഒരു പ്രസംഗം ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഞാൻ ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ അന്ന് ജനിച്ചിട്ടില്ല. അന്ന് കേവലം 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവായ നിയമസഭാ അംഗം ഭരണകൂട ഭീകരതയ്ക്കെതിരെ, പോലീസ് ഭീകരതയ്ക്കെതിരെ എന്നോണം രക്തം പുരണ്ട വസ്ത്രമുയർത്തി പിടിച്ച് പ്രസംഗിച്ച ഒരു ചരിത്രം കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയ്ക്കുണ്ട്. ആ ചെറുപ്പക്കാരൻ, 28 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി. പിന്നീട് ആ ചെറുപ്പക്കാരൻ കാലമൊരുപാട് കഴിഞ്ഞപ്പോൾ
കേരളത്തിൽ മുഖ്യമന്ത്രിയായി മാറി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രസംഗിച്ച, പോലീസ് രാജിനെതിരെ പ്രതികരിച്ച ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കാലത്താണ് കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ഏറ്റവും അധികം ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, ജനാധിപത്യപരമായി മൗലിക അവകാശം ഉപയോഗിച്ച് സമരം ചെയ്തതിന്റെ പേരിൽ എത്രയോ ചെറുപ്പക്കാരുടെ തലയാണ് സാർ തല്ലി തകർത്തത്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വാഴ്ത്തിപ്പാടുകയാണ് സാർ ചെയ്തത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ ഇത്തിരി പോകുന്ന ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർത്തി കാണിച്ച് പ്രതിഷേധം എന്ന മുദ്രാവാക്യം വിളിച്ചതിന് എന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും ആലപ്പുഴ നഗരത്തിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെയാണ് സാർ തല്ലിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി ഞങ്ങളുടെ തല തല്ലി പൊളിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് രക്ഷാപ്രവർത്തനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഇവിടെ നിന്ന് എന്നെ പോലൊരു സാധാരണക്കാരന് സംസാരിക്കുവാൻ അവസരമൊരുക്കിയതിന് ഒരു കാരണം ആ രക്ഷാപ്രവർത്തനമാണ് സാർ. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ, KSUവിന്റെ, യൂത്ത് ലീഗിന്റെ, MSFന്റെ, RYFന്റെ ചെറുപ്പക്കാരുടെ തലതല്ലി പൊളിച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സമരം ചെയ്ത, ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ച, മൗലികമായ അവകാശം വിനിയോഗിച്ച ചെറുപ്പക്കാരുടെ തലതല്ലി തകർത്തിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മലിനജലം ഉപയോഗിച്ച് ആക്രമിച്ചു പോലും. ഇതൊക്കെ ആരോടാണ് സാർ പറയുന്നത്? ഇതൊക്കെ ആരെയാണ് സാർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ കാലത്ത് ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണുനീർ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വീണിട്ടുണ്ട്. അതിന്റെ എല്ലാം ശാപം നിങ്ങളെ വിടാതെ പിന്തുടരുകയാണ് സാർ. ഈ ബഡ്ജറ്റിന്റെ പ്രത്യേകത, പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അടക്കം കേരളത്തിലെ സാധാരണക്കാരായ അരികുവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിച്ച പദ്ധതികൾ കൊണ്ടുവന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ കർഷകരെ, മത്സ്യത്തൊഴിലാളികളെ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ, കയർ മേഖലയിലെ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ആശാവഹമായ ബഡ്ജറ്റാണ് സാർ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി, ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവതരിപ്പിച്ചത്. സാർ, ഞാൻ വരുന്നത് കിഴക്കും പടിഞ്ഞാറും കായൽ തീരത്തും കടൽ തീരത്തും മത്സ്യത്തൊഴിലാളികളും കയർ കാർഷിക മേഖലയിലെ തൊഴിലാളികളും കെട്ടിട നിർമ്മാണ തൊഴിലാളികളും തെങ്ങിപ്പാർക്കുന്ന സാധാരണ മണ്ഡലമായ ആലപ്പുഴയിൽ നിന്നാണ് സാർ. ആലപ്പുഴയാണ് സാർ ഞാൻ പ്രതിനിധീകരിക്കുന്നത്. അവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ട് സാർ. ചെത്തി ഹാർബർ 18 വർഷക്കാലമായി അതിന്റെ പണി ഒച്ചിടയുന്നത് പോലെ മുമ്പോട്ട് പോവുകയാണ് സാർ. ചെട്ടിക്കാട് ആശുപത്രിയുടെ പണി ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കയർ മേഖലയിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി കൂലി വർധനവുണ്ടായിട്ടില്ല സാർ. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ആലപ്പുഴ നഗരത്തിൽ ഒരു ചാറ്റൽ മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യമുണ്ട് സാർ. കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന മാരാരി ബീച്ചും ആലപ്പുഴ ബീച്ചും ഇപ്പോഴും ശാപമോക്ഷം കാത്തുകിടക്കുകയാണ്. ഈ മണ്ഡലത്തിൽ 10 വർഷക്കാലം ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്ന മണ്ഡലമാണ്. വികസനപരമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇവിടെ ഈ മണ്ഡലത്തിൽ ഏറ്റവും അധികം തെങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകമായി ഈ സർക്കാരിനോട് നന്ദി പറയാൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് സാർ. മത്സ്യത്തൊഴിലാളികളുടെ സബ്സിഡി, മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി തുടങ്ങി. തീരദേശവാസികൾക്ക് പട്ടയം അനുവദിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. കടലിൽ പോകാനാവാത്ത ദിവസങ്ങളിൽ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് വേതനം നൽകുമെന്ന് പറഞ്ഞു. സാർ, ഞാൻ എൻ്റെ അപ്പനൊപ്പം പൊന്തുവള്ളത്തിൽ കടലിൽ പോയി മീൻ പിടിച്ച് പഠനവും സമരവും പോരാട്ടവും ജീവിതവും എല്ലാം മുമ്പോട്ട് കൊണ്ടുപോയ ആളാണ് സാർ. എനിക്ക് ആ മത്സ്യത്തൊഴിലാളികളുടെ വേദനയും വികാരവും എല്ലാം മനസ്സിലാകും. ഇവിടെ മത്സ്യത്തൊഴിലാളികളെ, കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരെ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ, സാധാരണക്കാരെ, അരികുവൽക്കരിക്കപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ഈ സർക്കാരിന്റെ ഈ ബഡ്ജറ്റിനെ സർവാത്മന ഹൃദയപൂർവ്വം പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.